ഒരു വിപണന ഉപകരണമായിരുന്ന മാർക്കറ്റ് എക്കോണമിയിൽ നിന്നും മാറി ജീവിതം മുഴുക്കെ വിപണിയായി മാറുന്ന ഒരു മാർക്കറ്റ് സൊസൈറ്റിയായിട്ടാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ ജീവിതത്തേക്കാൾ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ടിനാണ് പ്രാധാന്യം. പശു മൃഗങ്ങളെ അറുക്കുന്ന സ്ലോട്ടർ ഹൗസിലെ യന്ത്രത്തിൽ കൺവെയർ ബെൽറ്റിൽ കയറിപ്പോയ മനുഷ്യനെ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി അധികാരികളിൽ നിന്ന് കൃത്യമായ അനുവാദം കിട്ടുന്നതുവരെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നതുകൊണ്ട് ആ പെർമിഷന് പിന്നാലെ പോയി പെർമിഷൻ കിട്ടി വരുമ്പോൾ ആ ബെൽറ്റിൽ കയറി മനുഷ്യൻ അറുത്ത് മുറിച്ച് പാക്ക് ചെയ്ത് പോത്തിന്റെ കൂട്ടത്തിൽ പുറത്തേക്ക് വരുന്നൊരു കാലമാണ്. അവിടെ ഒരു മനുഷ്യന്റെ ജീവനാണല്ലോ എന്ന് സ്വയം ചിന്തിക്കാനുള്ള ഒരു അധികാരം ഒരു ഉദ്യോഗസ്ഥന് നൽകപ്പെടാത്ത ഒരു കാലം. ഭക്ഷണം മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ്. എന്നാൽ ലോകരാഷ്ട്രങ്ങൾ വിലക്കിയ DDT എന്ന് പറയുന്ന കീടനാശിനി ഉൽപ്പാദിപ്പിക്കുന്ന ഏകരാജ്യമാണ് ഇന്ന് ഇന്ത്യ. അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്താവശ്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കൃഷിഭൂമികളിലേക്ക് അത് ഇറങ്ങി വരുന്നുണ്ട്. സർക്കാർ കണക്കനുസരിച്ച് തന്നെ 2.8% ഭക്ഷ്യ സാമ്പിളുകളിൽ വിനാശകരമായ കീടനാശിനികളുണ്ട്. 40% ചിക്കൻ സാമ്പിളുകൾ അപകടകരമായിട്ടാണ് പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ലോകബാങ്കിന്റെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ 1.6 കോടി ജനങ്ങൾക്ക് ഇപ്പോഴും കുടിവെള്ളം ലഭ്യമല്ല. ഇന്ത്യയിലെ ഏറ്റവും ക്ലീൻ സിറ്റിയായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ തുരുതുരെ അവാർഡ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇൻഡോർ നഗരം, അവിടുത്തെ വായു ഇന്ന് വളരെ സീരിയസ് അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നുവെന്നാണ്. അവിടെയുള്ള കോർപ്പറേഷൻ നൽകുന്ന വെള്ളം കുടിച്ചതിന്റെ പേരിൽ ധാരാളം ആളുകൾക്ക് രോഗം വരികയും 8 ആളുകൾ മരിക്കുകയും ചെയ്തു എന്നതിന്റെ പേരിൽ ഇൻഡോർ നഗരത്തിൽ നിന്ന് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അതുപോലെ മഹാരാഷ്ട്രയിലെ കേരളം പോലെ കേരളം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ പ്രദേശത്ത് അവിടെ ജനങ്ങൾ റോട്ടിലിറങ്ങിയിരിക്കുകയാണ്. മാരകമായ കെമിക്കൽ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്തിറങ്ങിയത്. രോഗം ഒരു പ്രകൃതി പ്രതിഭാസമാണെങ്കിൽ ചികിത്സയും പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഇന്ന് ഫാർമസ്യൂട്ടിക്കൽ മേഖല ചികിത്സയെ കച്ചവടമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിന്റെ ഫാർമസി ഓഫ് ദി വേൾഡ്, ലോകത്തിന്റെ മരുന്ന് ഷോപ്പാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അഭിമാനമുള്ളവയെല്ലാം മറിച്ച് ആശങ്കകൾ ഉയരുകയാണ് വേണ്ടത്. 2022 മുതൽ 2025 വരെ ഇന്ത്യയിൽ നിന്ന് ഉത്പാദിപ്പിച്ച ഡ്രഗ്സ് കഴിച്ച് 140 കുട്ടികളാണ് മരിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ചികിത്സാ രംഗത്ത് വരുന്ന ചെലവ് 14%. എന്താണ് ഇതിന്റെ കാരണം? ക്വാളിറ്റിയേക്കാൾ ബ്രാൻഡിനാണ് പ്രാധാന്യം. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം, സമീപകാലത്ത് കേരളത്തിലെ ഒട്ടുമിക്ക വലിയ ആശുപത്രികളും മൾട്ടിനാഷണൽ കമ്പനികൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു ദിവസം ഉണ്ടായ കച്ചവടമല്ല. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വഭാവം തലവേദന വന്നാൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റിനെ മാത്രം കാണിക്കുക, MRI സ്കാൻ ചെയ്യുക, ICUവിൽ കിടക്കുക എന്ന് പറയുന്ന അതിന് യാതൊരു തടസ്സവുമില്ലാതെ ചികിത്സയ്ക്ക് വേണ്ടി തയ്യാറാകുന്ന മനുഷ്യന്റെ ശീലം കണ്ടുകൊണ്ടാണ് MNCകൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ തന്നെ സംഭവിച്ചത് എന്താണ്? മരുന്നിന്റെ വില എന്ന് പറഞ്ഞാൽ 10 മുതൽ 700% വരെ വേരിയേഷനാണ്. ഒരേ മരുന്നിന് അതിന്റെ പാക്കറ്റും കളറും മാറുന്നതനുസരിച്ച് 700 ഇരട്ടി വരെയാണ് വ്യത്യാസം വരുന്നത്. വലിയ ഹോസ്പിറ്റലുകളിൽ ചിലയിടങ്ങളിൽ ഈ അടുത്ത ദിവസം തന്നെ ബ്രാൻഡുകൾ മാറ്റിയിട്ട് ഏറ്റവും വലിയ നോൺ ബ്രാൻഡുകൾ മാത്രം കൊണ്ടുവന്നു. സാധാരണക്കാരൻ്റെ പ്രമേഹത്തിൻ്റെയും അലർജിയുടെയും രക്തസമ്മർദ്ദത്തിൻ്റെയും അമൃതത്വത്തിൻ്റെയും ഒക്കെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണക്കാരന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ 10 രൂപയ്ക്കും കിട്ടും, 700 രൂപയ്ക്കും കിട്ടും. അതിൽ ഏറ്റവും മുന്തിയത് മാത്രം വെച്ചുകൊണ്ട് ഫാർമസികളെ മാറ്റുകയാണ്. മനുഷ്യനാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത്. കണക്കുകൾ പറയുന്നത് ഈ മരുന്ന് കമ്പനികൾ വരുമാനത്തിന്റെ 20% മാർക്കറ്റിങ്ങിനാണ് ഉപയോഗിക്കുന്നത്.
ഗവേഷണത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം മാർക്കറ്റിംഗിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഡോക്ടർമാർക്ക് പ്രോത്സാഹനം നൽകാനും ഫാർമസികളെ ഉത്തേജിപ്പിക്കാനും കൂടുതലായി ഈ മരുന്നുകൾ ചെലവഴിക്കാൻ വേണ്ടിയുമാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇത്തരം ആശയങ്ങൾക്ക് പിന്നിലുള്ള കാരണം. അറിഞ്ഞോ അറിയാതെയോ മെഡിക്കൽ ഇൻഷുറൻസ് വരുന്നുണ്ട്. ഇൻഷുറൻസ് കിട്ടിയാൽ ജനങ്ങളിൽ കടന്നുകൂട്ടിയിട്ടുണ്ട്. തവക്കുലിന്റെ മനോഭാവം ഇല്ലാതാകാൻ ഇത് കാരണമായി തീരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് കിട്ടിയാലും പരിഹാരമാകുന്നില്ല എന്നതാണ് സത്യം. എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് മിഡിൽ കാറ്റഗറി എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അവര് പ്രധാനമന്ത്രിയുടെ PMJ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ പറ്റിയ ദരിദ്രരല്ല. എന്നാൽ പണം കൊടുത്തു വാങ്ങുന്ന ഇൻഷുറൻസിന് പണമടക്കാനുള്ള കഴിവുള്ളവരുമല്ലാത്ത ഒരു വിഭാഗമുണ്ട്. അവർക്ക് ഈ വലിയ ചിലവ് സഹിച്ചുകൊണ്ട് VIP-കളുടെ ചികിത്സകൾ തേടേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. ആരോഗ്യമേഖലയിൽ ധനസഹായം ലഭിക്കുന്ന ദരിദ്രരും അവർക്കും ഈ ചൂഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. കാരണം ഇവിടെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന സ്കൂളിൽ ഒരു കുട്ടിയെ ചേർത്ത് ഫീസൊക്കെ അടച്ചാലും ആഴ്ചയിൽ പുതിയ പുതിയ ഫീസുകൾ കൊടുക്കേണ്ടി വരും. ബാഗ് മാറ്റാനും ഷൂവിന്റെ കളർ മാറ്റാനും പല പല കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും പ്രത്യേക വേഷം ധരിക്കാൻ വേണ്ടി ഇതേ രൂപത്തിൽ ആശുപത്രികളിൽ ഇൻഷുറൻസ് മുഖേന നൽകപ്പെടുന്ന ചികിത്സയ്ക്ക് പുറമെ ഒരുപാട് പുറമേ നിന്നുള്ള ചികിത്സകളും തേടേണ്ടി വരുന്ന വലിയൊരു അവസ്ഥയുണ്ട്. അപ്പൊ ഇൻഷുറൻസ് കൊണ്ട് തീരുന്നില്ല എന്ന് തന്നെയാണ് നമ്മളിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യരെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അവരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് മനുഷ്യരോടൊപ്പം മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്ന ആശയം പൂർണ്ണമാകുന്നത്. ആധുനികതയുടെ അതിപ്രസരം കാരണം നമുക്ക് നമ്മുടെ മൂല്യങ്ങൾ ഓരോന്നായി ചോർന്നു പോവുകയാണ്. മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ നമുക്ക് പൗരത്വ ബോധമുണ്ടാകണം. ഒന്ന്, നമ്മുടെ ശരീരത്തെ തന്നെ നാം ശ്രദ്ധിക്കണം. സ്വന്തമായി ആരോഗ്യത്തെ കാക്കുന്ന രീതി ഉണ്ടാകണം. ദൃശ്യമായ അസുഖങ്ങൾക്ക് മാത്രമാണ് നാട്ടിൽ ചികിത്സ നൽകപ്പെടുന്നതെങ്കിൽ മാനസിക രോഗങ്ങൾ നാട്ടിൽ വളർന്നുകയാണ്. മാനസിക രോഗ ചികിത്സയ്ക്ക് വേണ്ടി ഗവൺമെന്റ് വളരെ ചുരുങ്ങിയ 1% മാത്രമാണ് ബജറ്റിൽ മാറ്റിവെക്കുന്നത്. മാനസിക രോഗത്തിൽ 80% ആളുകളും ചികിത്സിക്കുന്നില്ലെന്നാണ്. ചിലർക്ക് അങ്ങനെ ചികിത്സിക്കുന്നത് അന്ധവിശ്വാസമാണ് എന്ന ഒരു അന്ധവിശ്വാസം ഉണ്ട്. മറ്റു ചിലർക്ക് അതൊരു അപമാനമാണ് എന്ന തോന്നലുണ്ട്. മനുഷ്യരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, അതുപോലെ മാന്യമായ ഭാഷകൾക്ക് പകരം കുറ്റപ്പെടുത്തലുകളും തെറ്റായ ഭാഷാ പ്രയോഗവും, ഇങ്ങനെയെല്ലാം ഉള്ള നൂറുകൂട്ടം പ്രശ്നങ്ങളാണ് നമുക്കിടയിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു വന്ന അത്തരം വിഷയങ്ങളെല്ലാം